ഞാൻ എൻ്റെ ബൈക്ക് സർവീസിന് വേണ്ടി കൊടുക്കാൻ വേണം. ബൈക്ക് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ ഏകദേശം 2 മണിയാകുമ്പോഴേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കരുതിയ അടുത്തുള്ളൊരു തിയേറ്റർ ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് വിജയുടെ സിനിമയൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന സമയത്താണ് ഒരു പ്രായമുള്ള മനുഷ്യൻ ഓടി ഒരു ബസ്സിൻ്റെ പുറകെ പോയി. പക്ഷേ വണ്ടി നിർത്തിയില്ല, വണ്ടിയൊക്കെ പോയി. പുള്ളി തിരിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ ഇപ്പം കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. ഞാനിങ്ങനെ പുള്ളിയോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ലോട്ടറി അയക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ പോയിട്ട് വരാൻ പറഞ്ഞ സമയത്താണ് പുള്ളിക്കാരൻ എന്നോട് പറയുന്നത്, പിന്നെ ഇത്രയുണ്ട്, ഇപ്പോൾ ഇത്ര സമയമായി, 11 മണിയായി, എനിക്ക് കഴിയുമെന്ന് അറിയത്തില്ലെന്ന്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് കൊടുത്ത് പുള്ളിയുടെ കയ്യിലൊരു 10 രൂപ കോയിൻ ചെയ്യുന്നത് കണ്ട്. 10 രൂപ കോയിൻ ചെയ്യുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ടിക്കറ്റ് എടുക്കാനാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനാണ് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയത്, ഇപ്പം ജീവിത വിജയം എന്ന് പറയുന്നത് സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ചില ആളുകൾക്കത് സാധിക്കാതെ പോകും. അത് അവരുടെ കുറ്റമുണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ആരോഗ്യക്ഷയിക്കും നിസ്സഹായരാകുന്നൊരവസ്ഥയിൽ ജീവിതത്തിനോ കഴിഞ്ഞു പോയ കാലത്ത് ഉപയോഗിക്കാതിരുന്ന അവസരങ്ങൾക്കൊന്നും ഒന്നും കാര്യമില്ല. ഒന്നും ചിന്തിച്ചിട്ടോ റീത്തിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നാളെ തിരുത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതിലൂടെ നമുക്ക് ഇപ്പോൾ കേരള സർക്കാർ ഇപ്പം വനിതകൾക്ക് വേണ്ടി നല്ലൊരു അവസരം കൊടുത്തായിരുന്നു. വനിതകൾക്ക് ഫ്രീ ടിക്കറ്റ്, എല്ലാ വനിതകൾക്കും ഫ്രീ ടിക്കറ്റ് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൽ വയോജനങ്ങളെ ശരിക്കും ഉൾപ്പെടുത്തണം. കേവലം കിട്ടുന്ന നിസ്സാര ഒരു പെൻഷനേക്കാളുപരി ഇങ്ങനെയുള്ള ഒരു യാത്രാ ചിലവ് കൂടി എങ്ങനെ കുറയ്ക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് വളരെയധികം നല്ലതാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, ഇതുപോലെ ഉള്ള കുറേ മനുഷ്യരുമുണ്ട്. അപ്പോൾ അവർക്കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. എൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ്. അപ്പോൾ സ്ത്രീകളായി തന്നെ ഒരുപാട് ജോലിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഫ്രീ ആണ്. അപ്പോൾ ഈ പറയുന്ന പ്രായമുള്ള കുറച്ച് മനുഷ്യർ, അപ്പോൾ അവർ ഇപ്പോൾ ആരും ഇല്ലാത്തവരായിരിക്കും, ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്നവരാകും. അപ്പോൾ അവർക്കൂടെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ചുട്ടുപിടിച്ച ഒരു 10 രൂപ, ചുട്ടുപിടിച്ച കയ്യിലിരിക്കുന്ന ഒരു 10 രൂപ പോയി ആ ഒരു സംഭവമാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഞാൻ പറയുന്ന വാക്യങ്ങൾ എത്രത്തോളം മറ്റുള്ള ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ.